ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിയറിനെ പറ്റിയിട്ടാണ്. അപ്പം ഫിയർ ഓഫ് ഫ്യൂച്ചർ, ഫിയർ ഓഫ് വാട്ട് അതേഴ്സ് തിങ്ക്, ഫിയർ ഓഫ് ഫെയിലിയർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പട്ടിക നിറയെ പേടികളുള്ള ആളുകളാണ് നമ്മളിൽ അധിക പേരും. അപ്പോൾ ഈ പേടി എന്താണ്, പേടിയെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഇത് രണ്ടുമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പില്ലേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് സഹായകരമാകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫിയറിനെ നമുക്കൊന്ന് പാസ്റ്റിലോട്ട് പോയിട്ടൊന്ന് പഠിക്കാം. അതായത് പല ഫിയറുകളും നമ്മളെ ലൈഫിലേക്ക് കടന്നു വരുന്ന കാലം എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്കാലമാണ്. ഈ കുട്ടിക്കാലത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളെ പാരൻസും നമ്മളെ സറൗണ്ട്സിലുള്ള ആളുകളും ബാക്കിയുള്ള എല്ലാവരും കൂടി നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഫിയറുകളുണ്ട്. ഇപ്പം പാറ്റയെ പേടി, പൂച്ചയെ പേടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ചെറിയ പ്രാണികളെ പേടിയുള്ള ആളുകൾ, രാത്രി പേടിയുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വെറൈറ്റി ഓഫ് പേടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മളെ പാരൻസ്, അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന സമയത്ത് അവർ പറയാണ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ബൗ വരും, അല്ലെങ്കിൽ പോക്കാച്ചി വരും, മാക്കാച്ചി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത സംതിങ്, ഒരു എലമെൻറ്റിനെ നമ്മളുള്ളിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിട്ട് മാറ്റി ക്രിയേറ്റ് ചെയ്തത് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള പേടികളെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജന്മന 2 പേടികൾ മാത്രമാണുള്ളത്. ഒന്ന് സൗണ്ടും അതുപോലെ തന്നെ മറ്റൊന്ന് ഹൈറ്റും. അതായത് ഉയരവും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന നല്ല ശബ്ദവും മാത്രമാണ് നമുക്ക് പേടിയായിട്ടുള്ളത്. ഇതല്ലാതെ ബാക്കിയുള്ള എല്ലാം എന്താണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മളെ സറൗണ്ട്സിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്തതാണ് എന്നുള്ളതാണ്. ഇനി ഫിയറിനെ പറ്റിയിട്ട് അധികം നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു കാര്യം കൂടി പറയാം. ഫിയർ എന്നുള്ളത് എക്സാക്ട്ലി ഒരു നല്ല സംഭവമാണ്. നമ്മളെ ലൈഫിൽ നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പേടി എന്നുള്ളത്. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളൊരു പാമ്പിനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അതിനെ പോയിട്ട് എടുക്കുന്നില്ല, അതിനെ പോയിട്ട് കടിച്ചു നോക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് കൊത്തിയാൽ നമ്മൾ മരണപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ വിഷം നമ്മുടെ ഉള്ളിലെത്തിയാൽ നമ്മൾ മരണപ്പെടും എന്നുള്ളൊരു പേടി നമുക്കുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മൾ അതിനെ പോയി ടച്ച് ചെയ്യാത്തത്. അപ്പം അതുപോലത്തെ പേടികൾ, നമ്മൾ ഓവർ സ്പീഡിൽ കാർ ഡ്രൈവ് ചെയ്യാത്തത് തുടങ്ങി ഒരുപാട് ടൈപ്പ് ഓഫ് പേടികൾ നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ്. ബട്ട് സെർട്ടൻ പോയിന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേടി എന്നുള്ളത് നമ്മളെ കൺട്രോളിൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പം അത് നമ്മളെ ലൈഫിനെ ഒരു സ്റ്റെക്നെസ്സിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളെ ലൈഫിലെ സ്റ്റെക്നെസ്സിലേക്ക് എത്തിക്കുന്ന പേടികളെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളെ പേടി റിയലൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മളതിനെ റിയലൈസ് ചെയ്താൽ തന്നെ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയാണ് എന്നുള്ളതാണ്. അപ്പം അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണ് എൻ്റെ പേടി. ഇപ്പം സ്റ്റേജ് ഫിയർ ആണെങ്കിൽ സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള പേടിയാവട്ടെ, ആ പേടി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലേക്ക് നോട്ടീസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഭൂതം അല്ലെങ്കിൽ പ്രേതം? ഇപ്പം നമ്മളൊരു വാട്ട് അതേഴ്സ് തിങ്ക് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന പേടി എന്താണ്, റിയലി എന്താണ് ഈ പേടിയുടെ പിന്നിലുള്ള സംഭവം, ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളെ മൈൻഡിൽ ആ സമയത്ത് വരുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, ആ പേപ്പറിലേക്ക് കുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒന്നും ഹൈഡ് ചെയ്യരുത്, കംപ്ലീറ്റ് ആയിട്ട് ആ പേപ്പറിലേക്ക് എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക, ഇതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ ഒരു ഫിയർ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, കുറച്ച് ആളുകളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കാമായിട്ടൊരു പ്ലേസ് സെലക്ട് ചെയ്ത് അവിടെ ഇരുന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ വലിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും അവരുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ശേഷം അവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എല്ലാം എന്ത് ചെയ്യുക, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം നമ്മളെ പല ഫിയേഴ്സും എന്താണ്, ഇറ്റ്സ് നോട്ട് റിയൽ. എല്ലാ ഫിയേഴ്സും റിയൽ അല്ല. അതിലധികവും നമ്മളെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫിയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മെൻ്റലി ആ ഫിയർ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ റിയാലിറ്റിയിൽ നിന്ന് ആ ഫിയർ എന്ത് ചെയ്യാൻ പറ്റും,
ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം വിഷ്വലൈസേഷൻ എന്നുള്ളൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫിയർ ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും, ലൈഫിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, അതായത് നിങ്ങൾ ആ ഫിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾക്കൊരു സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കയറണം. ഈവൻ നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബബ്ബ അടിക്കുകയാണെങ്കിൽ കൂടി എന്ത് ചെയ്യാം, ആ സ്റ്റേജിൽ കയറുക എന്നുള്ളതാണ്. അപ്പം അത് കയറുന്നതോട് കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഫിയർ അവിടെ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ഫിയേഴ്സിനെ ഓരോന്നിനായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റിമെമ്പർ, നിങ്ങൾ ഓരോ ഫിയേഴ്സും നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങളെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫും നിങ്ങളിപ്പം കറൻ്റ്ലി ജീവിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് മോഡിലുള്ള ഒരു ലൈഫിൻ്റെയും ഇടയിലുള്ള ഒരു വാളാണ്, ഒരു ചുമരാണ്. അപ്പം ഈ ഒരു ചുമര് നിങ്ങൾ തകർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ്, നമ്മൾ ഫിയറിനെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിയർ എന്ന് വെച്ചാൽ ഫോർഗെറ്റ് എവ്രിതിങ് ആൻഡ് റൺ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഫേസ് എവ്രിതിങ് ആൻഡ് റേസ് എന്നതിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. ആൻഡ് അവസാനമായിട്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഫിയർ ഒരുപാട് പേടികളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.